നമസ്കാരം. ഏവരേലിൽ ഉപ്രംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് റ എന്ന അക്ഷരം ഉപയോഗിച്ച് എങ്ങനെ ആമയെ വരയ്ക്കാം എന്ന് നോക്കാം. ഇതാണ് റ എന്ന അക്ഷരം, അറിയാമല്ലോ. റ, ഇതാണ് റ. ഇപ്പോൾ റ എന്ന അക്ഷരം വെച്ചുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമുക്കൊരു നേരത്തെ സോങ്ങിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. റ, റവ, ഇവിടെ എഴുതാം. റവ, തറ, പറ, പറവ, അറ. ഓക്കെ, റവ, തറ, പറ, പറവ, അറ. അപ്പോൾ നമുക്കിനി റ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആമയെ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചോളൂ. റ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഒരുപോലെ പോകണം കേട്ടോ. അങ്ങനെ വരയ്ക്കുക. നമുക്കിവിടെ ആമയുടെ തല വരയ്ക്കാം. ആമയുടെ തല, കണ്ണ്, കണ്ടോ ആമയുടെ വാല്, കുഞ്ഞുവാല്, ആമയുടെ കാലുകൾ. ആമയുടെ കാലുകൾ. ഇനി ആമയുടെ പുറത്തെ ഷെല്ലിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ, ഓക്കെ, ആമയുടെ പുറത്തെ ഷെല്ല്, അതിൻ്റെ വായ്, ഓക്കെ കണ്ടോ? ആമ കൊള്ളാമോ? ഇനി നമുക്ക് ആമയ്ക്ക് കളർ ചെയ്യാം. ആമയ്ക്ക് കളർ കൊടുക്കാം. ആമയുടെ ഫേസിനും സ്കിൻ കളർ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ പിങ്കാണ് കൊടുക്കുന്നത്. ക്രയോൺസ് ഉണ്ടെങ്കിൽ അത് ക്രയോൺസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിങ്ക് കളർ, ബോഡിക്ക് പിങ്ക് കളർ, സ്കിൻ കളർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ പിങ്കാണ് കൊടുക്കുന്നത്. ഓക്കെ, കണ്ണിനും വാലിനും മുഖത്തിനുമൊക്കെ പിങ്ക് കളർ കൊടുത്തു. അതിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറ് നമുക്കിതിൻ്റെ അതിൻ്റെ ഷെല്ലിൻ്റെ ഡാർക്ക് ഗ്രീനാണ് ഷെല്ലിൻ്റെ ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. ഷെല്ലിൻ്റെ ഔട്ട്ലൈനായിട്ട് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം.
ഇനി നമുക്ക് ഇടയ്ക്ക് ലൈറ്റ് ഗ്രീനും കൂടെ കൊടുക്കാം. ഔട്ട്ലൈൻ ഡാർക്ക് ഗ്രീൻ, ഇടയ്ക്ക് ലൈറ്റ് ഗ്രീൻ. ഈ ഒരു ഭാഗത്തിന് നമുക്ക് യെല്ലോയും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റാവച്ച് ആമയെ ഇഷ്ടപ്പെട്ടോ? റാവച്ചുള്ള വാക്കുകൾ: റവ, തറ, പറ, പറവ, അറ. ഇത് നമുക്ക് റാവച്ച് നമ്മൾ ആമയെ വരച്ചതാണ്. ആമ എന്ന് എങ്ങനെ എഴുതുക? ഇവിടെ എഴുതാം കേട്ടോ. ആ മ. അപ്പം നമുക്ക് ഒരു ചെറിയൊരു പാട്ടുകൂടെ, കാരണം നേരത്തെ വീഡിയോയിൽ ഞാൻ ആ പാട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും റാവച്ചുള്ള അക്ഷരം കൊണ്ട് ആമയെ വരച്ചതുകൊണ്ട് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. റായിലൂടെ തറ പറ പഠിക്കാം, പറയിലൂടെ നെല്ലളക്കാം. റായിലൂടെ തറ പറ പഠിക്കാം, പറയിലൂടെ നെല്ലളക്കാം. തറയിൽ ചവിട്ടി നൃത്തം വയ്ക്കാം, റായിലൂടെ ആമയെ വരയ്ക്കാം. റവ പായസം രുചിക്കാം. ഓക്കെ. അപ്പം കരയിലും വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ആമ. അത് മാത്രം പിന്നെ പതുക്കെ ആണ് അത് സഞ്ചരിക്കുന്നതും. അതുപോലെ നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പറ. പക്ഷിക്ക് പകരം പറയുന്ന പദമാണ് പറവ. റവ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാര സാധനമാണ്. തറയിൽ ചവിട്ടി നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആമയെ വരച്ച് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.